ഡോക്ടർ ലിറാർ, എപ്പോൾ അവസാനം എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങളെ എടുത്താൽ അവർ ഇതിനോടകം തന്നെ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഉപരോധം കൊണ്ട് വലയുകയാണ്. അവരെ സംബന്ധിച്ചത് വലിയ നഷ്ടം, സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതിനു പുറമെ ഈ തരത്തിലുള്ള ആക്രമണം കൂടിയാകുമ്പോൾ വലിയ തോതിൽ ദുർബലപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രങ്ങളൊക്കെ. പലയിടത്തും തൊഴിൽ പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം സമീപ ഭാവിയിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ കുറെ കൂടി ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ് അവരുടെ ആക്രമണം എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അടുത്ത അതിൻ്റെ പ്രതിഫലനം, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കണം. അഭിലാഷ്, നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പം നമ്മൾ കൃത്യമായിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഇറാനിലെ ഒരു ഭരണ മാറ്റം തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് ഇറാനിലെ നിലവിലുണ്ടായിരുന്ന ആയത്തുള്ള ഖമീനിയെ പോലത്തെ ആളുകളെ ഉന്മൂലനം ചെയ്ത് ടോപ്പ് ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള തന്ത്രമായിരുന്നു. അത് കൃത്യമായിട്ട് അവർ നിറവേറ്റി. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം എന്താണ്, ഇസ്രായേലിനും അതേപോലെ അമേരിക്കക്കും പരാജയം സംഭവിച്ചു. അതായത് അവിടെ ഒരു ഭരണമാറ്റം അവർ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പാക്കാൻ പറ്റില്ല. നേരത്തെ ശ്രീ ഷിനാസ് പറഞ്ഞ പോലെ ഇറാഖിൽ സംഭവിച്ച പോലെ ഒരു സദ്ദാം ഹുസൈന് ശേഷം ഒരു ഭരണമാറ്റം അത്തരത്തിൽ ഇറാനിൽ സംഭവിച്ചില്ല. രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു യുറേനിയം എൻറിച്ച്മെൻറ്റ് ബന്ധപ്പെട്ടതായിരുന്നു. അതും ഇപ്പോഴും ചർച്ച നടക്കുന്ന ഒരു സംഭവം മാത്രമേ. ഒരുപക്ഷെ അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോഴും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇറാൻ്റെ ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇറാനും അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആക്ച്വലി ഒരു നമുക്ക് തമാശ രൂപത്തിൽ നേരത്തെ തുറന്നു കടന്നിരുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ചർച്ചകളുടെയും ഓരോ ഘട്ടത്തിലെയും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. പക്ഷേ ഇതിനപ്പുറത്തായിട്ട് ഇപ്പം അഭിലാഷ് ചോദിച്ച പോലെ ഈ ഒരു യുദ്ധം ഏത് തലത്തിലേക്കാണ് ഇനി പോവുക, ഏതൊക്കെ രാഷ്ട്രങ്ങളെ ബാധിക്കും? അത് ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമല്ല, പശ്ചിമേഷ്യ മുഴുവൻ തന്നെ പല തരത്തിൽ ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ കൂടുതൽ വരുന്ന ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ചർച്ചയോ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനപ്പുറത്തായിട്ട് പാരലായിട്ട് ലെബനോനിൽ മാസങ്ങളായിട്ട് സംഘർഷം നടക്കുന്നു. അതുപോലെ തന്നെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇൻവേഷനും അതേപോലെ ഇസ്രായേലി ഈ അറ്റാക്സും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രോപ്പർലി മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കും. പക്ഷേ ലെബനോനിൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന അറ്റാക്ക്, പ്രത്യേകിച്ച് ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് വരെ എത്തിയ കോണ്ടാക്സിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈവൻ ട്രംപ് തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. ട്രംപ് തന്നെ പലപ്പോഴും പല കോണ്ടക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമാധാന ചർച്ചകൾ ലെബനീസ് പ്രസിഡന്റും അതേപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുമായിട്ട് തമ്മിൽ ചർച്ച നടക്കുന്നു, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തുന്നു പറയുന്നത്. പക്ഷേ അടുത്ത മൊമെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലെബനോന്റെ സദേൺ ലെബനോൺ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഇൻവേഷൻ നടന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് 1982 ശേഷം ഇസ്രായേൽ നടത്തുന്ന അത്ര ഒരു മാസീവ് ഇൻവേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 1982 മുതൽ 2000 വരെ ഇസ്രായേലിൻ്റെ ഒരു ഇൻവേഷൻ ഒരു കൺട്രോളിലായിരുന്നു ലെബനോന്റെ സദേൺ ടെറിട്ടറി ഏതാണ്ട് മുഴുവനായിട്ട്. നമുക്ക് കാരണം 1982 വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള സാബ്ര ഷാത്തില മസാക്കറൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു പക്ഷേ 2000 അവർ പിൻവാങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഇൻവേഷൻ നടക്കുന്നതും തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും കൈയടക്കുന്നതും അല്ലെങ്കിൽ അത് ഹിസ്ബുള്ളയെ തകർക്കുക എന്നതിനപ്പുറത്തായിട്ട് ഈ ലെബനോന്റെ സോവർണിറ്റിയെയും കടന്നു കയറി അല്ലെങ്കിൽ ലെബനോന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ സദേൺ ലെബനോന്റെ വലിയൊരു പോർഷൻ തന്നെ കവർന്നെടുക്കുന്ന വിഴുങ്ങുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് ഇറാൻ പീസ് ടോക്കിൽ ഒരു പുതിയ ഉടമ്പടി വെക്കുന്നത്. അത് നേരത്തെ ഒബ്ജക്റ്റീവ്സിൽ ഇല്ലാത്ത പല സംഗതികളും പുതിയ പീസ് ടോക്സിൽ വരികയാണ്. അതിൽ ഇറാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ലെബനീസ് ഇൻവേഷൻ അതേപോലെ ഗാസയിലുള്ള ഇൻവേഷൻ ഇസ്രായേൽ നിർത്താത്തിടത്തോളം കാലം ദർ ഇസ് നോ സ്കോപ്പ് ഫോർ എ പീസ് ടോക്ക് അല്ലെങ്കിൽ സീസ് ഫയറിന് ഒരു സാധ്യതയില്ല, അമേരിക്ക അതിന് മുതിരണ്ട എന്നുള്ള കൃത്യമായ സന്ദേശം ഇറാൻ പല ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു മാസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു എസ്കലേഷൻ ഇത് ഏത് ഡയറക്ഷനിലേക്ക് അത് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അമേരിക്ക എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ അവർ പല രീതിയിൽ അവർ നേടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേലി ടെറിട്ടറി അല്ലെങ്കിൽ ഇസ്രായേലി കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയകളെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള പോളിസി. അതിപ്പം നമുക്കറിയാം ഗാസ ഇൻവേഷൻ
തുടങ്ങിയതിനു ശേഷം ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഗാസ അവർ കൺട്രോളാക്കി കഴിഞ്ഞു. ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കി വേണമെങ്കിൽ പറയും. ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ കൂടി അവരെ മറ്റൊരു എക്സ്പാൻഷൻ റീജിയൻ ആയിട്ടുള്ള സദേൺ ലെബനൻ അവർ ഏറെക്കുറെ കൈയടക്കി കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒബ്ജക്റ്റീവ്സ് കുറേ നേടി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇറാനിൽ അവരെ ആയത്തുള്ള ഖമനയെ അവരെ എലിമിനേറ്റ് ചെയ്തു. ഭരണമാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു താൽക്കാലികമായിട്ടെങ്കിലും അവർ ഒബ്ജക്റ്റീവ്സ് അവർ നേടി. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള GCC രാഷ്ട്രങ്ങൾ, അത് സൗദി അറേബ്യ ആയിക്കോട്ടെ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈത്ത്, ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കി ചെറിയ ഗൾഫ് രാഷ്ട്രങ്ങളായിട്ട് കുവൈത്ത്, അതേപോലെ ബഹ്റൈൻ പോലത്തെ രാഷ്ട്രങ്ങൾക്കാണ് കൂടുതൽ നാശം. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് നടന്ന ഇറാനിയൻ അറ്റാക്സ് കൂടുതലായിട്ട് നടന്നത് ബഹ്റൈനും അതേപോലെ കുവൈത്തിനാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അമേരിക്കൻ നാവൽ ബേസ്, ഇപ്പം ബഹ്റൈൻ്റെ മനാമയിലുള്ള അമേരിക്കയുടെ 5th ഫ്ലീറ്റിനാണ് കൂടുതൽ ടാർഗറ്റ്, അവിടുത്തെ ബേസിനെയും അതേപോലെ തന്നെ പിന്നെ കുവൈത്തിനാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ ഇതിനു മുമ്പ് കൂടുതൽ അറ്റാക്സ് നടന്നത് UAE-ക്കെതിരെ. നമുക്കറിയാം ഈ ഒരു മേഖലയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അത് അബ്രഹാം അക്കോർഡിലൂടെ സൈൻ ചെയ്ത പ്രധാനപ്പെട്ട 2 GCC രാഷ്ട്രങ്ങളാണ് ബഹ്റൈനും അതേപോലെ UAE-യും. അപ്പോൾ ഈ 2 രാഷ്ട്രങ്ങളും അത് പ്ലസ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കുവൈത്താണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട 3 രാഷ്ട്രങ്ങൾ ഗൾഫ് മേഖലയിൽ. ഒമാൻ ഞാൻ മനസ്സിലാക്കുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ടാർഗറ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഒമാൻ്റെ ഇവിടെ ഈ ഒരു റീജിയനിൽ പ്രസക്തി നമ്മൾ കാണുന്നത് വെച്ചാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ്, വാട്ടർ ബോഡി അല്ലെങ്കിൽ ആ ഒരു മാരിടൈം ട്രേഡ് റൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം ഇറാൻ കൂടാതെ മറ്റൊരു രാഷ്ട്രം ആക്ച്വലി അത് ഒമാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിക്ചറിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇറാൻ്റെ ഒരു ആവശ്യം ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അവർ ടാക്സ് പിരിക്കും, അതിലൂടെ പാസ് ചെയ്യുന്ന ഓരോ ഷിപ്പിനും കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്തെങ്കിൽ മാത്രമേ അത് വഴി കടക്കാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചപ്പം അതിൽ ഒമാനെയും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആക്ച്വലി ഇറാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പം അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവൻ അമേരിക്കയുടെ ഒരു സഖ്യത്തിൽ വരുന്ന രാഷ്ട്രമായിട്ട് പോലും ഒമാനെയും വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് ട്രംപ് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അഗെയിൻ ഗൾഫ് കൺട്രീസിനെ തന്നെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യത. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡയറക്റ്റായിട്ട് അമേരിക്കയിൽ ഒരു ബോംബ് കൊണ്ടുവിടുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ എത്രത്തോളം ഡയറക്റ്റായിട്ട് ഇതിൽ അമേരിക്കൻ്റെ കൂടെ നിന്ന് ഇറാനെതിരെ എത്ര മാസീവായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടും അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിലേക്ക് പോകുന്നത്. അപ്പോൾ അതേസമയം നിലവിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോസിബിലിറ്റി. അതാണ് അവരുടെ സ്ട്രാറ്റജി.